സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു. ഈ വർഷം മാർച്ച് വരെ രജിസ്റ്റർ ചെയ്തത് 1352 കേസുകളാണ്. കേരളത്തിൽ ലഹരിയുടെ കുത്തൊഴുക്ക് തുടരുന്നു. തൃശൂരിലും വയനാടും വൻ ലഹരി വേട്ട. IB ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയിൽ നിർണായക വഴിത്തിരിവ്. പ്രതി സുഗാന്തിന്റെ ഫോൺ ചാറ്റ് കണ്ടെത്തി പോലീസ്. വിശദമായ വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും കാക്കിയിലേക്ക് സ്വാഗതം. എറണാകുളം മൂഴിക്കുളത്ത് 3 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞ് കൊന്ന കേസിൽ അമ്മയുമായി പോലീസ് തെളിവെടുത്തു. മൂഴിക്കുളം പാലത്തിൽ എത്തിച്ചായിരുന്നു വിശദമായ തെളിവെടുപ്പ്. ഇന്നലെ കസ്റ്റഡിയിൽ വാങ്ങിയ അമ്മയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നാണ് പോലീസ് പറയുന്നത്. എറണാകുളം മൂഴിക്കുളത്ത് 4 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞു കൊന്ന കേസിൽ അമ്മയെ കൃത്യം നടന്ന സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുത്തു. കുഞ്ഞിനെ എറിഞ്ഞുകൊന്ന മൂഴിക്കുളം പാലത്തിലെത്തിച്ചായിരുന്നു പ്രധാന തെളിവ് ശേഖരണം. ഇന്നലെ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്നാണ് നിഗമനം. ആത്മവിശ്വാസക്കുറവും കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നതിൽ പ്രാപ്തിക്കുറവും ഉണ്ട്. കൂട്ടുകുടുംബം പോലെ കഴിഞ്ഞ സാഹചര്യം അച്ഛന്റെ സഹോദരൻ മുതലെടുത്തെന്നും പ്രതിയായ അമ്മ മൊഴി നൽകി. എന്നാൽ അമ്മ മുൻപും കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന ഭർത്തൃ വീട്ടുകാരുടെ മൊഴി പോലീസ് തള്ളി. ഇക്കാര്യം സാധൂകരിക്കുന്ന തെളിവുകളില്ലെന്നാണ് പോലീസിന്റെ നിലപാട്. പക്ഷേ കൊലപാതക കാരണം സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത കുറവുണ്ട്. കുഞ്ഞിനെ പീഡിപ്പിച്ചത് സംബന്ധിച്ച് അമ്മയ്ക്ക് അറിവുണ്ടായിരുന്നുവെന്നായിരുന്നു പ്രതിയായ അച്ഛന്റെ സഹോദരൻ നൽകിയ മൊഴി. എന്നാൽ ഇക്കാര്യം അമ്മ സ്ഥിരീകരിച്ചിട്ടില്ല. 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് പ്രതിയായ അമ്മയുള്ളത്. ജനം, കൊച്ചി. സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു. ഈ വർഷം മാർച്ച് വരെ രജിസ്റ്റർ ചെയ്തത് 1352 കേസുകളാണ്. 3 വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്തത് 12395 കേസുകൾ. സംസ്ഥാന പോലീസിന്റെ ഔദ്യോഗിക രേഖകളിലാണ് ഈ ഞെട്ടിക്കുന്ന കണക്കുകൾ. ജനം, ബ്രേക്കിംഗ്. ഈ വർഷം മാർച്ച് മാസം വരെ രജിസ്റ്റർ ചെയ്ത കേസുകളാണ് ഞെട്ടിപ്പിക്കുന്നത്. 1352 കേസുകളാണ് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളായി കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. തട്ടിക്കൊണ്ടുപോകൽ, ലൈംഗികാതിക്രമണം, നിർബന്ധിത ബാല്യവിവാഹം മുതലായ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ വർഷം കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 41 കേസുകളാണ്. സെക്ഷൻ 4(6) പ്രകാരം BNS 371, 64 ക്ലോസ് 1 പ്രകാരം രജിസ്റ്റർ ചെയ്തത് 551 കേസുകളാണ്. കഴിഞ്ഞ 3 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ വർധനമാണ്. 12395 കേസുകളാണ് കുട്ടികൾക്കെതിരായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മാതാപിതാക്കളിൽ നിന്നും അടുത്ത ബന്ധുക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും അടക്കം കുട്ടികൾക്ക് പീഡനം നേരിടുന്നുണ്ട്. വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള പോക്സോ കേസുകളുടെ എണ്ണത്തിലും വർധനമുണ്ട്. 1201 കേസുകളാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരായി നടക്കുന്ന അതിക്രമങ്ങളെ പ്രതിരോധിക്കാൻ കാര്യമായ രീതിയിൽ സാധിക്കുന്നില്ല എന്നതാണ് കേസുകളുടെ എണ്ണം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. പരാതി രജിസ്റ്റർ ചെയ്താലും സ്വാധീനം വഴി രക്ഷപ്പെടുന്നവരുടെ എണ്ണവും ചെറുതല്ല. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ നിർണായക തെളിവുകൾ പോലീസിന്. പ്രതി സുഗാന്തിന്റെ ഫോണിലെ ചാറ്റ് പോലീസ് കണ്ടെത്തി. പെൺകുട്ടിയോട് എപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് സുഗാന്ത് ചോദിച്ചു. ചാറ്റിൽ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് മരിക്കുമെന്നായിരുന്നു പെൺകുട്ടിയുടെ മറുപടി. ടെലിഗ്രാമിൽ അയച്ച സന്ദേശങ്ങളാണ് പോലീസ് വീണ്ടെടുത്തത്. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് നിർണായക ഡിജിറ്റൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. പ്രതി സുഗാന്തുമായിട്ടുള്ള ടെലിഗ്രാം ചാറ്റിന്റെ വിവരങ്ങളാണ് പുറത്തുവന്നത്. യുവതി മരിക്കുന്നതിന് മുന്നേ സുഗാന്തുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് സന്ദേശങ്ങൾ. സുഗാന്ത് നിരന്തരം പെൺകുട്ടിയെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചിരുന്നു. പെൺകുട്ടി ആത്മഹത്യ ചെയ്ത ദിവസം മൊബൈൽ റിക്കവർ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ഫോൺ നശിച്ചിരുന്നു. എന്നാൽ സുഗാന്തിന്റെ ഐഫോണിലെ ഡാറ്റയിൽ നിന്നുമാണ് വിവരങ്ങൾ കണ്ടെത്തിയത്. സുഗാന്ത് എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞാണ് ചാറ്റ് ആരംഭിക്കുന്നത്. തുടർന്ന് തനിക്ക് ഭൂമിയിൽ ജീവിക്കാൻ താല്പര്യമില്ല എന്ന യുവതി മറുപടി നൽകുന്നു. നീ മരിച്ചാൽ മാത്രമേ എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ സാധിക്കൂ എന്ന് സുഗാന്ത് യുവതിയെ പ്രകോപിപ്പിക്കുന്നു. നിരന്തരം ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുകയും ചെയ്തു. ഫെബ്രുവരി 9 നടന്ന സംഭാഷണത്തിന്റെ വിവരങ്ങളാണ് പുറത്തുവന്നത്. സുഗാന്തിന്റെ ടെലിഗ്രാം ചാറ്റ് ഡിലീറ്റ് ചെയ്തെങ്കിലും പോലീസ് വീണ്ടെടുക്കുകയായിരുന്നു. ഫോൺ വീണ്ടും പോലീസ് വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. കഴിഞ്ഞ മാർച്ച് 29 തിരുവനന്തപുരം എയർപോർട്ടിലെ IB ഉദ്യോഗസ്ഥയായ പത്തനംതിട്ട സ്വദേശി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. ജനം, തിരുവനന്തപുരം.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച സംഭവത്തിൽ റാപ്പർ വേടനെതിരെ NIAയ്ക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും പരാതി. പാലക്കാട് നഗരസഭയിലെ BJP കൗൺസിലർ മിനി കൃഷ്ണകുമാറാണ് പരാതി നൽകിയത്. പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച വേടന്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് വിശദമായി അന്വേഷണം വേണമെന്നും പരാതിയിൽ പറയുന്നു. ജനം TV വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. ജനം ഇംപാക്ട്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കപടദേശവാദിയെന്നും വാളെടുത്തവന്റെ കയ്യിലാണ് രാജ്യമെന്നും ഉൾപ്പെടെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിച്ചുള്ള റാപ്പർ വേടന്റെ പാട്ട് കഴിഞ്ഞ ദിവസമാണ് ജനം TV റിപ്പോർട്ട് ചെയ്തത്. ഇതിന് പിന്നാലെയാണ് പാലക്കാട് നഗരസഭയിലെ BJP കൗൺസിലർ മിനി കൃഷ്ണകുമാർ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച വേടനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് NIAയ്ക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും പരാതി നൽകിയത്. വേടന്റെ പുറകിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുൾപ്പെടെ വിശദമായ അന്വേഷണം വേണമെന്ന് മിനി കൃഷ്ണകുമാർ പറഞ്ഞു. ഇത്രയും ഒരു ഫംഗ്ഷൻ മൊബിലൈസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള സ്പോൺസേഴ്സ് ഉണ്ടാവുമല്ലോ. ആ സ്പോൺസേഴ്സ് ആരൊക്കെയാണെന്ന് കണ്ടെത്തണം. ആ സ്പോൺസേഴ്സിനുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തണം. ഇതെല്ലാം കേന്ദ്ര ഏജൻസി അന്വേഷിച്ചോട്ടെ. കേരള പോലീസിൽ പരാതി നൽകിയിട്ടും പ്രയോജനമില്ലെന്ന് അറിയാം എന്നതിനാലാണ് കേന്ദ്ര ഏജൻസിയെ സമീപിച്ചതെന്നും മിനി കൃഷ്ണകുമാർ വ്യക്തമാക്കി. കേരള പോലീസിൽ എന്തിനാണ് പരാതി നൽകേണ്ട ആവശ്യം ഈ വിഷയത്തിൽ? കേരള പോലീസിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. റാപ്പർ വേടൻ വന്ന സംഗീത നിശയിൽ അവിടെ ഉണ്ടാകുന്ന കുപ്പികൾ പെറുക്കാനും അതുപോലെ തന്നെ അവിടെ വന്ന് മദ്യപിച്ച് ലക്ക് കെട്ട് നിലത്ത് വീഴുന്ന ആളുകളെ എല്ലാം തൂക്കിയെടുത്തുകൊണ്ട് പോരാൻ മാത്രമേ കേരള പോലീസിനാവില്ല. ഇത് രഹസ്യാന്വേഷണ ഏജൻസി തന്നെ അന്വേഷിക്കേണ്ട കാര്യമാണ്. ഒരു സമാജത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങൾ, രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം അന്വേഷിക്കേണ്ട ഏജൻസി കേന്ദ്ര അന്വേഷണ ഏജൻസി. വേടന്റെ പാട്ടുകൾ ഹിന്ദു സമൂഹത്തിൽ ജാതീയ ഭിന്നത ഉണ്ടാക്കുന്നുവെന്നും ശ്രീലങ്കൻ പുലികളെ ഉൾപ്പെടെ വെള്ളപൂശുന്നതാണെന്നും നേരത്തെ വിമർശനം ഉയർന്നിരുന്നു. പിന്നാലെയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ തന്നെ അധിക്ഷേപിച്ചുള്ള പാട്ട് 5 വർഷം മുൻപ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത് സംബന്ധിച്ച വാർത്ത ജനം TV റിപ്പോർട്ട് ചെയ്തത്. ഇതുവരെയും വീഡിയോ യൂട്യൂബിൽ നിന്നും റിമൂവ് ചെയ്തിട്ടില്ല. മാത്രമല്ല പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചിട്ടും കേരള പോലീസ് കേസും എടുത്തിട്ടില്ല. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്. ലോറിയിൽ കടത്താൻ ശ്രമിച്ച 124 കിലോ കഞ്ചാവ് പിടികൂടി. തൃശൂർ പാലിയക്കരയിലാണ് സംഭവം. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് പിടികൂടിയത്. ഒഡീഷയിൽ നിന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവാണ് പോലീസ് പിടികൂടിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് ഡാൻസ് ഓഫ് സംഘത്തിന്റെയും ഒപ്പം പുതുക്കാട് പോലീസിന്റെയും നേതൃത്വത്തിൽ നടന്ന വാഹന പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ കേസ് പ്രതികളടക്കം 4 പേരെ അറസ്റ്റ് ചെയ്തു. ആലുവ, കരിമാലൂർ, ആലങ്ങാട് സ്വദേശികളായ ചീനവിള വീട്ടിൽ ആഷ്നിൽ, പള്ളത്തെ വീട്ടിൽ താരീഫ്, പീച്ചി ചേരുകുടി സ്വദേശി തെക്കേൽ വീട്ടിൽ കിങ്ങിനി ഷിജോ എന്ന ഷിജോ, പാലക്കാട് ചെർപ്പുളശ്ശേരി തൃക്കടീരി സ്വദേശി പാലക്കാട്ടുപറമ്പിൽ വീട്ടിൽ ജാബീർ എന്നിവരാണ് അറസ്റ്റിലായത്. ലോറിയിൽ ചാക്കുകളിൽ നിറച്ച് ടാർപോളിൻ കൊണ്ട് മൂടിയ നിലയിലായിരുന്നു കഞ്ചാവ് കണ്ടെത്തിയത്. ഒഡീഷയിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന വഴി എവിടെയെല്ലാം കഞ്ചാവ് വിതരണം ചെയ്തു, ബാക്കിയുണ്ടായിരുന്ന കഞ്ചാവ് എവിടേക്കാണ് കൊണ്ടുപോയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പ്രതികളുടെ മൊബൈൽ ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. ജനം, തൃശൂർ. വയനാട്ടിലേക്ക് കടത്താൻ ശ്രമിച്ച 3495 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ലോറിയിൽ കടത്താൻ ശ്രമിച്ച നിരോധിത ഉൽപ്പന്നങ്ങൾ മുത്തങ്ങ ചെക്ക് പോസ്റ്റ് എക്സൈസ് ആണ് പിടികൂടിയത്. സംഭവത്തിൽ വളാട് സ്വദേശി സഫീറിനെ പോലീസിന് കൈമാറി. ഇന്നലെ രാത്രിയാണ് 183 ചരക്കുകളിലായി കടത്താൻ ശ്രമിച്ച പുകയില ഉൽപ്പന്നങ്ങൾ എക്സൈസ് പരിശോധനയിൽ പിടികൂടിയത്. ബിയർ വേസ്റ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിലാണ് ഇവ സൂക്ഷിച്ചിരുന്നത്. സ്കൂൾ തുറക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കടക്കം വിൽപ്പന നടത്താമെന്ന് ഉദ്ദേശിച്ചാണ് ഉൽപ്പന്നങ്ങൾ കടത്താൻ ശ്രമിച്ചത്. പ്രതി സഫീർ മുൻപും സമാന കേസുകളിൽ പ്രതിയാണ്.
സംഭവത്തിൽ വാഹനത്തിന്റെ ആർസി ഓണർ ആലിയെയും കസ്റ്റഡിയിലെടുക്കും. എക്സൈസ് ഇൻസ്പെക്ടർ സെൻവീർ മുഹമ്മദിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. എക്സൈസ് കൈമാറിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജനം, വയനാട്. KSEB അനാസ്ഥ ഷോക്കേറ്റ് തൊഴിലാളി മരിച്ചു. തിരുവനന്തപുരം മാറനല്ലൂരിലാണ് സംഭവം. ജാർഖണ്ഡ് സ്വദേശിയാണ് മരിച്ചത്. അറ്റകുറ്റപ്പണിക്കിടെ നിലത്ത് കിടന്ന കമ്പിയിൽ നിന്നാണ് ഷോക്കേറ്റത്. സമീപത്തെ വീട്ടിൽ ജോലിക്കെത്തുകയായിരുന്നു ജാർഖണ്ഡ് സ്വദേശി. KSEB ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിലാണ് ജാർഖണ്ഡ് സ്വദേശിക്ക് ജീവൻ നഷ്ടമായത്. വീടിന്റെ നിർമ്മാണ ജോലികൾക്കിടയിലാണ് ഇതര സംസ്ഥാന തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചത്. ജാർഖണ്ഡ് രാധാനഗർ സ്വദേശി വിപ്ലവ് മണ്ഡലാണ് മരിച്ചത്. ഊരൂട്ടമ്പലം ഗോവിന്ദമംഗലത്താണ് സംഭവം. KSEB അധികൃതരുടെ അനാസ്ഥയെ തുടർന്നാണ് മരണം സംഭവിച്ചതെന്നാണ് നിഗമനം. പോസ്റ്റ് മാറ്റാൻ വേണ്ടി സ്റ്റേറ്റ് വയറ് അയച്ചു താഴെ ഇട്ടു. അങ്ങനെ അവിടെ ആ വീട്ടിൽ ജോലിക്കുന്ന ഒരു ബംഗാളി പയ്യൻ, ഹിന്ദിക്കാരൻ പയ്യന്റെ ദേഹത്ത് ഈ വയറ് വന്ന് വീഴുകയും അവൻ പിടയ്ക്കുന്നത് കണ്ടുകൊണ്ട് ഈ KSEB ജോലിക്കാർ ആ പോസ്റ്റ് കയറി ലൈൻ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷമാണ് ഈ പയ്യനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയത്. അതേസമയം ഈ ലൈൻ ഡിസ്കണക്ട് ചെയ്തിട്ടാണ് ഈ സ്റ്റേ അയച്ചിരുന്നെങ്കിൽ ഈ പയ്യന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. നിർമ്മാണം നടക്കുന്ന വീടിന് സമീപത്തെ പോസ്റ്റ് മാറ്റുന്നതിനായി ഇലക്ട്രിസിറ്റി അധികൃതർ എത്തിയിരുന്നു. ഈ സമയം സമീപത്തുണ്ടായിരുന്ന സർവീസ് വയർ കട്ട് ചെയ്യുന്നതിനിടെ ദേഹത്ത് വീണ ഷോക്കേറ്റ് വിപ്ലവ് മണ്ഡൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ജാർഖണ്ഡ് സ്വദേശി കുഴഞ്ഞു വീണതിന് ശേഷമാണ് ഫീസ് ഊരിയത്. ശേഷം KSEB അധികൃതർ തന്നെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജനം, തിരുവനന്തപുരം. കോഴിക്കോട് ബേപ്പൂരിൽ വയോധികയുടെ മുഖം തുണി കൊണ്ട് മൂടി സ്വർണ്ണാഭരണം കവർന്ന സംഭവത്തിൽ പ്രതികൾ പിടിയിൽ. അരക്കിണർ സ്വദേശി മുഹമ്മദ് ലബീബ്, പ്രായപൂർത്തിയാകാത്ത മറ്റ് 2 പ്രതികൾ എന്നിവരാണ് പിടിയിലായത്. ബേപ്പൂർ പോലീസും ക്രൈം സ്ക്വാഡും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് ബേപ്പൂർ മാന്തോട്ടം സ്വദേശി കുഞ്ഞിവിയുടെ വീട്ടിൽ കവർച്ച നടന്നത്. 2 പേർ വാതിൽ തള്ളി തുറന്ന് 73 വയസ്സുള്ള വലിയകാടുപറമ്പിൽ കുഞ്ഞിവിയെ മുഖം തുണി കൊണ്ട് മൂടി ആക്രമിക്കുകയായിരുന്നു. 1 പവൻ വരുന്ന വള കത്രിക ഉപയോഗിച്ച് കൈകളിൽ നിന്നും അറുത്തുമാറ്റുകയായിരുന്നു. മറ്റൊരു മുക്കുബണ്ട വള ഊരിയെടുക്കുകയും ചെയ്തു. മൊബൈൽ ഫോണും പ്രതികൾ കവർച്ച ചെയ്തു. വീട്ടിൽ ഉപയോഗിക്കുന്ന കത്രിക ഉപയോഗിച്ചാണ് വള അറുത്തുമാറ്റിയത്. കാലിലെ അസുഖം കാരണം നടക്കാൻ പ്രയാസമുള്ളതിനാൽ കുഞ്ഞിവി മുറിയിൽ നിന്നും പുറത്തിറങ്ങാറില്ല. ഇവർക്ക് കാഴ്ചയും കേൾവിശക്തിയും നന്നേ കുറവാണ്. മൊബൈലിൽ കോള് വന്നാൽ മറുപടി പറയാൻ മാത്രമേ അറിയുകയുള്ളൂ. 2 മക്കളുടെ മരണത്തിന് ശേഷം മറ്റു മക്കളുടെ വീടുകളിലേക്ക് പോകാതെ ഒറ്റയ്ക്കാണ് കുഞ്ഞിവിയുടെ താമസം. ഭക്ഷണം നടക്കാവിലും മാന്തോട്ടത്തുമുള്ള മക്കൾ കൊണ്ടുവന്നു കൊടുക്കാറാണ് പതിവ്. രാത്രി 8 മണിയോടെ മകൾ ഭക്ഷണം കൊണ്ടുവന്നപ്പോഴാണ് സംഭവം പുറം ലോകം അറിയുന്നത്. വീടും വീട്ടുകാരെയും കൃത്യമായി അറിയുന്നവരാണ് മോഷണത്തിന് പിന്നിലെന്ന് പ്രാഥമികമായി തന്നെ പോലീസ് വിലയിരുത്തിയിരുന്നു. അങ്ങനെയാണ് കുഞ്ഞിവിയുടെ അനുജിത്തിയുടെ പേരമകൻ അരക്കിണർ സ്വദേശി മുഹമ്മദ് ലബീബിലേക്കും സുഹൃത്തുക്കളിലേക്കും അന്വേഷണം എത്തിയത്. മറ്റ് 2 പ്രതികൾ പ്രായപൂർത്തിയാവാത്തതിനാൽ ജുവനൈൽ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. പരിസരവാസികളും മുമ്പ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരും പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. സമീപത്തെ CCTV കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. ജനം, കോഴിക്കോട്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെ സ്ത്രീകളുടെ വിശ്രമമുറിയിൽ നിന്നും ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എറണാകുളം സ്വദേശി രഘുനാഥ് നായിക്കാണ് പിടിയിലായത്. പ്രതി മൊബൈൽ ഫോണിൽ ചിത്രം പകർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട യുവതി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ സ്ത്രീകളുടെ വിശ്രമമുറിയുടെ അകത്തു നിന്നും ഒളിക്യാമറ വെക്കാൻ ശ്രമിച്ച സംഭവത്തിലാണ് 23-കാരനായ എറണാകുളം സ്വദേശി രഘുനാഥ് നായിക്കിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മലപ്പുറം സ്വദേശിയായ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് റെയിൽവേ പോലീസിന്റെ നടപടി.
റെയിൽവേ സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലുള്ള AC വിശ്രമമുറിയിലെ സ്ത്രീകൾക്കായുള്ള ശുചിമുറിയിൽ നിന്ന് വസ്ത്രം മാറുന്നതിനിടെ അടുത്തുള്ള പുരുഷന്മാരുടെ ശുചിമുറിയിൽ നിന്നും ഷട്ടറിനുള്ളിലൂടെ പ്രതി മൊബൈൽ ഫോണിൽ ചിത്രം പകർത്തുന്നത് യുവതിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. ഇത്തരമൊരു അതിക്രമം അതീവ ഗുരുതരമായ കുറ്റകൃത്യമായി കണക്കാക്കുന്നതായും വനിതകൾക്കായി സജ്ജീകരിച്ച സൗകര്യങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും റെയിൽവേ പോലീസ് അറിയിച്ചു. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരം ശ്രീകാര്യത്ത് വൻ കവർച്ച. വീട്ടിൽ നിന്നും 15 പവനും 4 ലക്ഷം രൂപയും കവർന്നു. കേരള സർവകലാശാല മുൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ അനിൽകുമാറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഇന്ന് രാവിലെ 9:30യോടെയാണ് മോഷണ വിവരം പുറത്തറിയുന്നത്. അനിൽകുമാർ രാവിലെ വീട്ടിലെത്തുമ്പോൾ വാതിൽ തുറന്ന നിലയിൽ കാണപ്പെട്ടു. അകത്തു കയറി പരിശോധിച്ചപ്പോഴാണ് സ്വർണവും പണവും നഷ്ടമായ വിവരം അറിയുന്നത്. അലമാരയിൽ സൂക്ഷിച്ച 15 പവനും 4 ലക്ഷം രൂപയും നഷ്ടമായി. കഴിഞ്ഞ 4 ദിവസമായി വീട് അടഞ്ഞുകിടക്കുകയായിരുന്നു. കേരള സർവകലാശാലയിലെ മുൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ അനിൽകുമാറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. അനിൽകുമാറിന്റെ പരാതിയിൽ ശ്രീകാര്യം പോലീസ് കേസെടുത്തു. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി വിവരശേഖരണം നടത്തി. സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് സമഗ്ര അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് പോലീസ്. ജനം, തിരുവനന്തപുരം. കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയതിന് പിന്നാലെ ഹവാല പണമിടപാടെന്ന് കണ്ടെത്തൽ. കേസിലെ മുഖ്യപ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കി കൊടുവള്ളി പോലീസ്. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കൊടുവള്ളി സ്വദേശി അന്നൂസ് റോഷനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നിലവിൽ 3 പേരെയാണ് കൊടുവള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. തട്ടിക്കൊണ്ടുപോകൽ ആസൂത്രണം ചെയ്ത മുഖ്യപ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. ഇവർക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നെങ്കിലും പ്രതികളെക്കുറിച്ചുള്ള സൂചനകളൊന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. ഹവാല പണമിടപാടാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. സഹോദരൻ പണം തരാനുള്ളതുകൊണ്ടാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് അന്നൂസ് റോഷൻ പോലീസിനോട് മൊഴി നൽകിയിരുന്നു. അനൂസ് റോഷനെ കൊടുവള്ളിയിൽ എത്തിച്ച ടാക്സി ഡ്രൈവറെ ചോദ്യം ചെയ്തു വരികയാണ്. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ പങ്കും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ജനം, കോഴിക്കോട്. മനുഷ്യക്കടത്തിനിരയായി മലേഷ്യയിലെത്തി ഗാർഹിക ജോലിക്കിടെ ഗുരുതരമായി പൊള്ളലേറ്റ മിനി ഭാർഗവനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. എയർ ആംബുലൻസിലാണ് മിനി ഭാർഗവനെ നാട്ടിലെത്തിച്ചത്. മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ചികിത്സ ഏകോപിപ്പിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് മിനി ഭാർഗവനെ കൊച്ചിയിലെത്തിച്ചത്. മലേഷ്യയിൽ മനുഷ്യക്കടത്തിനിരയായി ഗാർഹിക ജോലിക്കിടെ ഗുരുതരമായി പൊള്ളലേറ്റ ഇടുക്കി കട്ടപ്പന സ്വദേശി മിനി ഭാർഗവനെ ഇന്നലെ രാത്രി എയർ ആംബുലൻസിൽ കൊച്ചിയിലെത്തുകയും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയുമായിരുന്നു. നോർക്ക റൂട്ട്സിന്റെ ഇടപെടലിൽ വിദഗ്ധ ചികിത്സയ്ക്കാവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മിനിയുടെ ആരോഗ്യസ്ഥിതിയും ചികിത്സാ പുരോഗതിയും ആരോഗ്യമന്ത്രി വീണ ജോർജ് വിലയിരുത്തി. മിനിക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ ആശുപത്രി സൂപ്രണ്ടിന് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. നിലവിൽ വെന്റിലേറ്ററിൽ തുടരുന്ന മിനിയുടെ ചികിത്സ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ഏകോപിപ്പിക്കും. ജോലി ചെയ്തിരുന്ന വീട്ടിൽ നിന്നും പൊള്ളലേറ്റ് മാർച്ച് 7-ന് മിനിയെ മലേഷ്യയിലെ പെനാങ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നെങ്കിലും ഇക്കാര്യം തൊഴിലുടമ ബന്ധുക്കളെ അറിയിച്ചിരുന്നില്ല. മിനിയെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാതായതോടെയാണ് കുടുംബം നോർക്ക റൂട്ട്സിലും ലോക കേരള സഭ സെക്രട്ടേറിയറ്റിലും ബന്ധപ്പെട്ടത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മിനിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറം ലോകം അറിയുന്നത്. സന്ദർശക വിസയിൽ മലേഷ്യയിലേക്ക് കടത്തിയ മിനിയുടെ സഹോദരിയടക്കം 42 സ്ത്രീകളിൽ ഒരാൾ മാത്രമാണ് മിനിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ജനം, കൊച്ചി. കൈക്കൂലി കേസിൽ ഇഡിക്കെതിരെ പരാതി നൽകിയ വ്യവസായി മുൻപ് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതി. ടാർസാനിയയിൽ നിന്ന് കശുവണ്ടി ഇറക്കുമതി ചെയ്ത് നൽകാമെന്ന് വിശ്വസിപ്പിച്ച് 15 കോടിയോളം രൂപയാണ് തട്ടിയെടുത്തത്. ഇതിനിടെ രണ്ടാം പ്രതി വിൽസൺ വർഗീസും പരാതിക്കാരൻ അനീഷ് ബാബുവുമായുള്ള ഫോൺ സംഭാഷണം പുറത്തുവന്നു. പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് തിരിച്ചടിയായി കാണുന്നില്ലെന്ന് വിജിലൻസ് SP S ശശിധരൻ പറഞ്ഞു.
കൊട്ടാരക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 2020 ജനുവരിയിൽ വ്യവസായി അനീഷ് ബാബുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. അനീഷ് ബാബുവിനെതിരെ ക്രൈംബ്രാഞ്ചും പോലീസും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 5 കേസുകളാണ്. കൊട്ടാരക്കര അമ്പലക്കരയിൽ വാഴവിള കാറ്റ്യൂസ് കമ്പനി നടത്തി വന്നിരുന്ന അനീഷ് ബാബു ടാർസാനിയിൽ നിന്ന് കേരളത്തിലേക്ക് തോട്ടണ്ടി ഇറക്കുമതി ചെയ്തു നൽകിയിരുന്നു. മറ്റൊരു കശുവണ്ടി വ്യവസായിക്ക് 4000 ടൺ തോട്ടണ്ടി ഇറക്കുമതി ചെയ്യാൻ 18 കോടി രൂപ മുൻകൂറായി വാങ്ങി 700 ടൺ മാത്രമാണ് നൽകിയതെന്നായിരുന്നു പരാതി. ഇതിനിടെ ED ഉദ്യോഗസ്ഥൻ ഉൾപ്പെട്ട വിജിലൻസ് കേസിലെ 2ാം പ്രതി വിൽസൺ വർഗീസും പരാതിക്കാരനും തമ്മിലുള്ള ശബ്ദ സംഭാഷണവും പുറത്തുവന്നു. കേസ് ഒതുക്കാൻ 30 ലക്ഷം രൂപയാണ് മുൻകൂറായി ആവശ്യപ്പെടുന്നത്. ED സമൻസിന് പിന്നാലെയായിരുന്നു സംഭാഷണം. എന്നാൽ ED ഉദ്യോഗസ്ഥരെ കുറിച്ച് വ്യക്തതയില്ലാതെയാണ് ഇടനിലക്കാരന്റെ സംസാരമെന്ന സൂചനയാണ് സംഭാഷണം നൽകുന്നത്. ED ഉദ്യോഗസ്ഥർ അറിയാതെ ഉദ്യോഗസ്ഥരെ കരുവാക്കി ഏജന്റുമാർ പ്രവർത്തിക്കുകയായിരുന്നോ എന്നാണ് സംശയം. പ്രോപ്പർട്ടി അറ്റാച്ച് കോടതിയിൽ നിങ്ങൾ മറ്റേ ചീറ്റിംഗ് പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ എന്റെ പേരില് അമ്മയുടെ പേരില് പ്രോപ്പർട്ടി ഒന്നും ഇല്ല, പപ്പയുടെ പേരിലെ പ്രോപ്പർട്ടി ഉള്ളൂ. അല്ല ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മറ്റേ കേസ് നടക്കണല്ലേ? അത് അതിൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. എന്റെ വീട് അറ്റാച്ച്മെന്റ് അത് കോടതിയിൽ നടന്നിരിക്കണല്ല കേസ്. അത് തീരുമ്പോൾ പിന്നെ ഇവര് വരുള്ളൂ. മനസ്സിലായി? അതല്ലാണ്ട് ഫ്രീസിംഗ് വെക്കണ പരിപാടിയാണ്. അത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. എന്നുവെച്ചാൽ ഇപ്പൊ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒരു 6-7 മാസം ഷഫ്ലിംഗ് നടക്കും. അപ്പൊ പുതിയ ആൾ വന്നിട്ട് ഫയൽ വീണ്ടും അല്ല സാർ, ഇത് ഇപ്പൊ നമ്മൾ ഈ പേയ്മെന്റ് കൊടുക്കേണ്ടവർ വീണ്ടും നമ്മളെ ഇത് ഇത് ടോക്കൺ വെച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഈ 14 ലുക്കൌട്ട് നോട്ടീസ് അറസ്റ്റ് മറ്റേ പാസ്പോർട്ടിൽ വരും. പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് തിരിച്ചടിയല്ലെന്ന് വിജിലൻസ് SP എസ് ശശിധരൻ പ്രതികരിച്ചു. ചോദ്യം ചെയ്യാൻ അവസരമുണ്ടല്ലോ, ഒരാഴ്ച നമുക്ക് സമയം തന്നിട്ടുണ്ട്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ട്. അതൊരു തിരിച്ചടിയെ കരുതുന്നില്ല. ഈ കേസിലെ പരാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫയൽ തരാൻ വേണ്ടിയിട്ട് നമ്മൾ EDക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പ്രിലിമിനറി ആയിട്ട് ഞങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൽ കുറച്ച് വാസ്തവങ്ങളൊന്നും ഉണ്ടെന്ന് കണ്ടുകൊണ്ടാണ് നമ്മളതിലേക്ക് ഇറങ്ങി തിരിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് 3 പേരെ അറസ്റ്റ് ചെയ്തത്. ഈ ബാക്കി ഭാഗങ്ങളിലേക്കുള്ള അതിന്റെ യഥാർത്ഥ അവസ്ഥ കണ്ടെത്താനുള്ള ശ്രമം തുടർന്നു വരികയാണ്. കേസിൽ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതടക്കമുള്ള തിരിച്ചടികൾ വിജിലൻസ് നേരിടുമ്പോഴാണ് പരാതിക്കാരന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നതും മുൻകാല കേസുകൾ പുറത്തുവരുന്നതും. ജനം, കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ സമഗ്ര വാർത്തകളുമായി കാക്കി നാളെ ഇതേ സമയം കാണാം. സൈനിങ് ഓഫ്, ദുർഗ.